ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസമ്മ ബെന്നി. ഞാൻ ഇടുക്കി ജില്ലയിൽ കുഴുത്തുള്ളു എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 മെയ് 1-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് കുറേ മാസങ്ങളിലൊക്കെ വരുമായിരുന്നു, എങ്കിലും ഉടമ്പടി പുതുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ വീണ്ടും ഉടമ്പടി പുതുക്കിയത് 2023 ഒക്ടോബർ 21-ാം തീയതിയാണ്. അങ്ങനെ ആദ്യമേ തൊട്ടേ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേയേറെ കടബാധ്യതകളുടെ പ്രശ്നത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. ഞങ്ങളൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു, അതിൻ്റെ പേരിൽ കുറച്ച് കടബാധ്യതയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങളത് വീട്ടാനായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പട്ടയം വെച്ച് ഞങ്ങൾ ലോൺ എടുത്ത് നമ്മുടെ അത്യാവശ്യത്തിനുള്ള കടങ്ങളെല്ലാം വീട്ടി ബാക്കി കൃഷിപ്പണികൾ ചെയ്യാൻ വേണ്ടിയിരുന്ന പൈസ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് 2 മാസത്തേന് വായ്പയായിട്ട് വാങ്ങിച്ചതായിരുന്നു. അത് കുറച്ചേറെ തുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ പൈസ 2 മാസത്തിനുള്ളിൽ തരാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെയും ഞങ്ങളുടെ ലോൺ ബാക്കി അടയ്ക്കാൻ പറ്റാതെയും വന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ 15 ലക്ഷം രൂപ എടുത്തത് ഒരു 6 വർഷം കൊണ്ട് 30 ലക്ഷം രൂപയായിട്ട് മാറി. ഞങ്ങൾക്ക് കൃഷികളൊന്നും ചെയ്യാതെ വന്നു. ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമായിട്ട് മാറി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ ജപ്തി നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടിയിലായിരുന്ന ഞാൻ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വക്കീലുമായിട്ടത് ഈ കടബാധ്യത ഇത്രയും കൂടിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ലോൺ തന്ന ബാങ്കുകാർ കേസിനായിട്ട് പോയി. വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഈ പ്രാർത്ഥന തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വക്കീൽ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു 1 ടൈം സെറ്റിൽമെൻറ്റ് വെക്കാം, അങ്ങനെയാണെങ്കിൽ അത് ലോണിനൊരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എനിക്ക് ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 1000 കുർബാന നമുക്ക് നേർച്ചയായിട്ട് ഞങ്ങൾ നിറവേറ്റാം എന്ന് പ്രാർത്ഥിച്ചു, ഈ കടബാധ്യത മാറാൻ. എന്തായാലും മാതാവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങളെ സഹായിച്ചു. 984 കുർബാന ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനത്തിൽ വന്നു. അങ്ങനെ ആ സ്ഥലം ഒട്ടി കൊടുത്തു. 30 ലക്ഷം രൂപ കടബാധ്യതയായിരുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിലൂടെ 8 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ പൈസ 1 ടൈം സെറ്റിൽമെൻ്റ് ആക്കി തീർത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു. പിന്നെ അടുത്തത് ഞങ്ങളുടെ രാമക്കൽമേട്ടിലാണ് ഞങ്ങൾക്ക് സ്ഥലമുള്ളത്. അവിടെ മലമ്പ്രദേശമാണ്. അപ്പോൾ കുറേയേറെ സ്ഥലങ്ങൾ പുല്ലൊക്കെ കയറി കിടപ്പുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ അവരുടെ പറമ്പിലേക്ക് പുല്ല് വളരെയധികം ഈ മേച്ചിൽ പുല്ലെന്ന് പറയും, അത് വളർന്ന് കിടന്നപ്പോൾ അത് കത്തിക്കാൻ വേണ്ടി തീയിട്ടതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വേനൽ അതിഭയങ്കരമായിരുന്നു. വെള്ളമില്ലാതെ ഒത്തിരി ഏലമെല്ലാം ഉണങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു. എല്ലാ ഏലത്തിൻ്റെ ഇലകളും ഉണങ്ങി തൂങ്ങി നിൽക്കുവാണ്. ആ സമയത്താണ് ആ സഹോദരൻ ഈ പുല്ലിന് തീയിട്ടത്. തീയിടുമ്പോൾ ഞങ്ങൾ കുഴുത്തൊളിവിലാണ് ഞങ്ങളുടെ ഇവിടെ 18 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടുന്ന് സഹോദരി വിളിച്ച് പറഞ്ഞു, ഇത് നമ്മുടെ പറമ്പിൻ്റെ അവിടെ മുഴുവൻ തീ കയറി അതിഭയങ്കരമായിട്ട് ആളിക്കൊണ്ടിരിക്കുവാണ്, വേഗം വരാൻ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, നമ്മളിപ്പം പോയാലും ഒരു കാര്യമില്ല, കാരണം ഇത്രയും വലിയ തീ വന്നാൽ എന്തായാലും പറമ്പ് മുഴുവൻ കത്തിപ്പോകത്തേ ഉള്ളൂ. 18 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പം പറമ്പ് എന്തായാലും കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടായി നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചേക്കുന്നതല്ലേ, നമുക്ക് പോകാം, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ട ഒരു അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അതിരെ വന്ന് ഈ വലിയ തീ അവിടെ നിൽക്കുകയാണ്, ആളുന്നുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുമ്പം ഓരോ കരിയിലേന്നും ഓരോ ഇലയിലേക്കാണ് തീ വിടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 50 മീറ്റർ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏലത്തിനകത്ത് കയറും. ഏലം മുഴുവൻ ഉണങ്ങി നിൽക്കുവാണ്, മുഴുവനും കത്തിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ ഉടമ്പടി ഉപ്പിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ആ ഏരിയയിലൂടെ പോകുമ്പം ഞങ്ങൾ 2.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ എന്നും ചെല്ലത്തില്ലെങ്കിലും ഓരോ ഭാഗത്തൂടെ പോകുമ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ കാത്ത് സംരക്ഷിച്ചത് മാത്രമാണ്. അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവനും കത്തി ഇലവും കൊടിയും എല്ലാം പോകേണ്ടതായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാമക്കൽമേട്ടിലാണ്. അവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു കുഴൽക്കിണർ കുത്തി 500 അടിക്കും 700 അടിക്കും ഉള്ളിൽ വെള്ളം കിട്ടുമെന്നായിരുന്നു സ്ഥാനം നോക്കിയ ആൾ പറഞ്ഞത്.
അത് 1040 അടി അടിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോഴും പുക മാത്രം പൊങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ആകപ്പാടെ എല്ലാവർക്കും വിഷമമായി. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഉടമ്പടി ഉപ്പുമായിട്ടാണ് പോയത്. ആ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു, ഈ ഉപ്പിട്ട് എന്തായാലും അതിനകത്ത് ഉപകരണങ്ങളൊക്കെ മാറ്റുമ്പം പ്രാർത്ഥിക്കണം. ഞങ്ങളും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോളാം, നമുക്ക് 12 ദിവസം പ്രാർത്ഥിക്കാം, അത് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ എന്തായാലും വെള്ളം മാതാവ് തരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു പോന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടൻ ആ കുഴൽക്കിണറ്റിൽ അവർ വെള്ളം ഇറക്കി നോക്കി. ഒരു തുള്ളി വെള്ളം പോലുമില്ല. 1040 അടിയും താഴെ ചെന്നു. ഒട്ടും വെള്ളമില്ലായിരുന്നു. പക്ഷെ 12ാമത്തെ ദിവസം നടന്ന അത്ഭുതം എന്ന് വെച്ചാൽ അത് ഞായറാഴ്ചയായിരുന്നു. അവർ പള്ളിയിൽ പോയിട്ട് വന്നു. ഞങ്ങളും പള്ളിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുഴൽക്കിണറ്റിൽ 540 അടി വെള്ളം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അതിശയമാണ്. കാരണം 5-6 ദിവസങ്ങൾ ഒട്ടും വെള്ളമില്ല. അതിനകത്തിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചൊരു നിയോഗം വെച്ച് 12 ദിവസത്തേക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടും അമ്മ അത് നമുക്ക് സാധിച്ചതിന് ഒത്തിരിയേറെ നന്ദി. ഇപ്പോൾ ആ കുഴൽക്കിണറ്റിൽ 800 അടിക്ക് മുകളിൽ വെള്ളമുണ്ട്. അവരുടെ കൃഷികളെല്ലാം നന്നായിട്ട് നടത്തിപ്പോകുന്നു. ഇതുകൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സഹോദരങ്ങൾ, ഒരു കൊച്ചിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായത്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വേണ്ടാതായി, തൈലം തേച്ച് കുരിശ് വരച്ചപ്പോൾ. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് പൊട്ടിപ്പഴുത്തി നിൽക്കുന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം പറഞ്ഞു എന്തായാലും ഇത് കരിയത്തില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും ഞങ്ങൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുമ്പം കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, പഴയൊരു ധ്യാനമാണ്, അന്നത്തെയൊന്നുമല്ല, ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നു, ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ പൊട്ടിപ്പഴുത്ത് അതിഭയങ്കരമായ വേദന കൊണ്ട് പൊളയുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതായി കാണുന്നെന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിലാണിത് കേട്ടോണ്ടിരുന്നത്. ഞാൻ ഓടി മമ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി ഇത് നമ്മുടെ കാര്യമായി അച്ഛൻ പറയുന്നേ, മമ്മി വിശ്വാസപ്രമാണം ചൊല്ലിക്കോ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തൈലം എടുത്തുകൊണ്ട് ഓടി വന്ന് പുരട്ടി മമ്മിയുടെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. മമ്മിയെ ഞങ്ങൾ ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാ കാര്യത്തിനും എടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മമ്മിയുടെ കാലിലെ ആ മുറിവ് പതിയെ പതിയെ കരിഞ്ഞു തുടങ്ങി. ഇപ്പം നല്ലതുപോലെ, ആരും വിശ്വസിക്കത്തില്ല ആ കാല് കണ്ടാൽ ഒരു വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടിയിരുന്ന ഒരു കാലാണെന്ന് പറയത്തില്ല. അതുപോലെ മമ്മിയുടെ കാലിൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറി. എൻ്റെ മകൾക്ക് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പീരിയഡ്സ് ആയതാണ്. അവൾക്ക് ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയും പീരിയഡ്സ് ആവുന്ന സമയത്ത് റെഗുലർ ആവത്തില്ലായിരുന്നു. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും അതിഭയങ്കരമായ വയറുവേദന, വെട്ടം കാണാൻ മേല, വെള്ളം കുടിക്കാൻ മേല, ഛർദ്ദിക്കും, പ്രഷറൊക്കെ 80ലേക്ക് താഴും, അതിഭയങ്കരമായിട്ട് താഴ്ന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും ഇഞ്ചക്ഷൻ എടുക്കുകയോ ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അന്നോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവളെ ഡിഗ്രിക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട്. എന്തായാലും പരിശുദ്ധ അമ്മയുടെ ഈ വിശുദ്ധ തൈലം തേച്ച് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് മോള്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നൊരു ശകലം തൈലം കൊടുത്തു വിട്ടു. ഉടമ്പടി ഉപ്പ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാ ദിവസവും കഴിക്കുകയും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം അങ്ങനെ ഒരു സംഭവം, അവൾക്ക് അങ്ങനെ പീരിയഡ്സ് ആയാൽ യാതൊരു പ്രശ്നമില്ലാതെ നല്ല സുഖമായിട്ട് കോളേജിൽ പോകുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, ഞങ്ങൾക്കെല്ലാവർക്കും കുടുംബസമേതം ഞങ്ങൾ 5 പേരും കൂടെ ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ സാധിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ആഴ്ചയിൽ 1 കുമ്പസാരിക്കാൻ, കൂടി വന്നാൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ കുമ്പസാരിക്കാനുള്ള കൃപ, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബൈബിൾ വായിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ പത്രമൊക്കെ ആദ്യം പറഞ്ഞ പോലെ എനിക്കും കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ അറിയത്തില്ലാത്തവരുടെ വീടുകളിൽ കൂടി കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കുറേ പേരോട് ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ 3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതുപോലെ മദ്യപാനത്തിൻ്റെ അതിഭയങ്കരമായ അടിമത്തത്തിൽപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ മനുഷ്യൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇപ്പോൾ മദ്യപാനികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെ ഈ മാതാവ് ഉയർത്തി, ഈശോ ഉയർത്തി. നന്ദി പറയുന്നു. പിന്നെ 2-3 പേർക്ക് ബൈബിള് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരുണ്യപ്രവർത്തികൾ ഒത്തിരിയേറെയൊന്നും ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്കില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇടവകയിലുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കാനൊക്കെ പോകാനും സാധിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരിയായി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള മനസ്സ്, അതാണിപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങളെല്ലാം
ഏറ്റവും അവസാനമാണ് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ. അതായത് അതുപോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയൊക്കെ ഉള്ളത് മാത്രമാണ്. പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മകളായി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയാണ് ഇപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്നുമുള്ളത്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. 55-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം: സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തകൻ പറയുന്നത് പോലെ സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ഒരുക്കുന്ന ജീവിത രീതിയാണ് ഉടമ്പടി പ്രാർത്ഥന ജീവിത രീതി. ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട്, ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ ഒന്നു ചേരുവാനായിട്ട്, അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ മുൻപിൽ ജിൻസമ്മ ബെന്നി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഈ നിമിഷം പങ്കുവച്ചത്. ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് തന്നെയാണ്, ഉടമ്പടി വഴിയായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, പ്രാർത്ഥനയുടെ അരൂപിയിൽ ജീവിക്കുവാനായിട്ട് കുടുംബം ഒന്നടങ്കം തീരുമാനിക്കുമ്പോൾ, കുടുംബം ഒന്നടങ്കം തയ്യാറാകുമ്പോൾ ആ കുടുംബത്തിൽ ദൈവികമായിട്ടുള്ള തീർപ്പ് ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കാണുവാനായിട്ട് സാധിക്കുന്നു. ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവികമായിട്ടുള്ള തീർപ്പ് ലഭിക്കുന്നതായിട്ട് നമ്മൾ ഈ അൾത്താരയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഈ സഹോദരി പറഞ്ഞു, 30 ലക്ഷം രൂപയുടെ കടം എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിക്കിട്ടിയെന്ന് ഈ സഹോദരി പറഞ്ഞു. അതുപോലെ തന്നെ തങ്ങളുടെ പറമ്പിൽ ഉണ്ടാകാമായിരുന്ന അപകടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ലഭിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ സഹോദരി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവികമായിട്ടുള്ള വലിയ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് ഈ കുടുംബത്തിന് അനുഭവപ്പെട്ടു എന്ന് ഈ കുടുംബം പറഞ്ഞു. നമുക്കറിയാം, നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല, മറിച്ച് ദൈവികമായിട്ടുള്ള വലിയ അനുഭവവും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാകുവാനായിട്ട്, നമ്മളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവികമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.